അപ്പോൾ ഈ പ്രാവശ്യത്തെ 2025 നൊബേൽ സമ്മാനം എല്ലാവരും വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എനിക്ക് വേണം എന്ന് നൊബേൽ സമ്മാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അമേരിക്കയിലെ ആൾക്കാർക്ക് തന്നെ അത് മോശമായിരിക്കും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നുള്ള രൂപത്തിലാണ്. അമേരിക്ക എന്ന് വെച്ചാൽ പുള്ളി എന്നുള്ള രൂപത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി കാണിച്ചു കൂട്ടുന്ന ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തമാശ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പുള്ളി ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയുന്നു എനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പലതരം കോമാളിത്തരങ്ങൾ പുള്ളി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ 2025 നൊബേൽ സമ്മാനം എല്ലാവരും വെയിറ്റ് ചെയ്ത് തന്നെയാണ്. പുള്ളീൻ്റെ പ്രഷറിനനുസരിച്ച് നൊബേൽ പുള്ളിക്ക് കൊടുക്കുമോ എന്നുള്ള രൂപത്തിൽ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ വർഷത്തെ മികച്ച ആൾക്കാർക്ക് തന്നെയാണ് നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഡൈനാമൈറ്റ് എന്നുള്ള സ്ഫോടക വസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ച ഒരാളുടെ വസിയത്ത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായി മാറിയതാണ് നൊബേൽ സമ്മാനം. അപ്പോൾ അതാണ് നൊബേൽ സമ്മാനം സ്ഥാപിച്ചത് ആൽഫ്രഡ് നൊബേൽ എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. 1895 എഴുതിയ വസിയത്തിൽ തൻ്റെ സമ്പാദ്യം മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റണമെന്ന് പറഞ്ഞ വസിയത്ത് എഴുതിയത്. ആദ്യ നൊബേൽ സമ്മാനം 1901 നൽകിയത്. ആദ്യം 5 വിഭാഗങ്ങളുണ്ടായിരുന്നത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം. 2025 ജേതാക്കൾ വൈദ്യശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെ സ്വയം ആക്രമിക്കുന്നത് തടയുന്ന പ്രതിരോധ കോശങ്ങൾ കണ്ടെത്തിയവർക്കാണ് കൊടുത്തത്. രസതന്ത്രത്തിൽ വായുവിൽ നിന്ന് വെള്ളം ശേഖരിക്കാനും കാർബൺ പിടിക്കാനും കഴിയുന്ന പുതിയ ഘടകങ്ങൾ വികസിപ്പിച്ചെടുത്തതിനാണ് കൊടുത്തത്. നൊബേൽ സമ്മാനം നൽകുന്നത് ഡിസംബർ 10 എല്ലാ വർഷവും ഡിസംബർ 10 ആൽഫ്രഡ് നൊബേലിൻ്റെ ചരമദിനാണ് ഇത്. പിന്നെ ചില ജേതാക്കൾ സമ്മാനം നിരസിച്ചത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒമർ യാഗി ആദ്യ സൗദി പൗരനാണ്. രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടി. മാരിയ മച്ചാഡോ സമ്മാനം ലഭിച്ച സമയത്ത് ഒളിവിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പ്രചോദിപ്പിച്ച നൊബേൽ സമ്മാന ജേതാവ് ഈ വർഷത്തെ ആരാന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പക്ഷേ ഈ വർഷത്തിൽ ഡൊണാൾഡ് ട്രംപും കൂടി എനിക്ക് വേണം എന്നുള്ള പറഞ്ഞുകൊണ്ട് നമുക്കത് നൊബേൽ സമ്മാനം അവർ പുള്ളീൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ വെനസ്വേലക്കെതിരെയും മറ്റു രാജ്യങ്ങൾക്കെതിരെയും പുള്ളി അധിക തീരുവ പ്രഖ്യാപിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.